പാകിസ്ഥാന് തന്ത്രപ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കൈമാറരുതെന്ന് ഇറ്റലിയോട് ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി മനേക്ഷ സെന്ററിൽ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസെറ്റോയുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ ബന്ധത്തിൽ ഇന്ത്യക്കുള്ള ആശങ്കകൾ നെതർലാൻഡുമായും പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇറ്റലി സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് ഡൽഹിയിലെ ചർച്ച. സമുദ്ര സുരക്ഷ, സാങ്കേതിക വിദ്യ നവീകരണം തുടങ്ങിയവയിലെ പങ്കാളിത്തം എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. സമാധാനം, സ്ഥിരത, സ്വാതന്ത്ര്യം, പരസ്പര ബഹുമാനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാനും സംയുക്ത വ്യാവസായിക പദ്ധതികളിൽ പര്യവേക്ഷണം നടത്താനും ധാരണയായി. സംയുക്ത അഭ്യാസം, പരിശീലനം, പ്രവർത്തന ഏകോപനം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സൈനിക സഹകരണ പദ്ധതിക്ക് ചർച്ചയിൽ രൂപം നൽകി. ഇന്ത്യയുടെ IT ഇൻഫോർമേഷൻ ടെക്നോളജി ആണെന്നും പാകിസ്ഥാന്റെ IT ഇന്റർനാഷണൽ ടെററിസം ആണെന്നും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതാണെന്നും നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. അന്താരാഷ്ട്ര ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ. ഭീകരതയോട് വിട്ടുവീഴ്ച പാടില്ല. ഭീകരർക്ക് സുരക്ഷിത താവളം നൽകുന്നത് അംഗീകരിക്കാനാകില്ല. സ്പോൺസർമാർക്ക് ഇളവ് നൽകില്ല. മാത്രമല്ല, ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യതിചലനമല്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരത ഒരു മാരക രോഗമാണെന്നും അതിർത്തികളോ ദേശീയതയോ വംശമോ അറിയാത്ത ഒരു ആഗോള വിപത്താണെന്നും ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ന്യൂഡൽഹി സ്ഥിരമായി ഉറച്ചതും തത്വോധിഷ്ഠിതവുമായ നിലപാട് നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വന്തം ഇഷ്ടപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയെന്നും കർശനമായി സ്വന്തം നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അത് നിർത്തിവെച്ചെന്നും രാജ്നാഥ് പറഞ്ഞു. ഓപ്പറേഷൻ സമയത്ത് ഞങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയവരെ മാത്രമേ ലക്ഷ്യമിട്ടുള്ളൂ. ഞങ്ങളുടെ കഴിവുകൾ തീർന്നു പോയതോ കുറഞ്ഞു പോയതോ ആയതിനാൽ ഞങ്ങൾ ഓപ്പറേഷൻ നിർത്തിയില്ല. ഞങ്ങളുടെ സ്വന്തം നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത് പൂർണ്ണമായും നിർത്തിവെച്ചത്. ഒരു നീണ്ട സംഘർഷം നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായിരുന്നു. ആവശ്യമായ കുതിച്ചുചാട്ടശേഷിയും പെട്ടെന്നുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളുടെ കഴിവുകൾ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള അന്തർലീനമായ ശക്തിയും ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും തന്റെ എക്സ് ഹാൻഡിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും പൂർണ്ണവും ഉടനടിയുള്ളതുമായ ഒരു വെടിനിർത്തലിന് സമ്മതിച്ചതായി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്ക് ആണവാക്രമണ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ആ പൊങ്ങച്ചത്തിൽ ഇന്ത്യ വീണില്ലെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭീകരവാദം വെറുമൊരു ദേശവിരുദ്ധ പ്രവൃത്തിയല്ല, അതിന് ബഹുമുഖ മാനങ്ങളുണ്ട്. ഭീകരതയെ അതിന്റെ 3 മാനങ്ങളിലും പ്രവർത്തനപരം, പ്രത്യയശാസ്ത്രപരം, രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ മാത്രമേ അതിനെ നേരിടാൻ കഴിയൂ. ഭീകരതയുടെ യഥാർത്ഥ IP വിലാസം അതിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ വേരുകളാണ്. അവിടെ അത് വളരുന്നു. ഭീകരതയെ രാവണന്റെ നാഭിയിലെ അമൃതിനോട് ഉപമിച്ച അദ്ദേഹം ഒരു തല വെട്ടിമാറ്റിയാലും മറ്റൊന്ന് പുനർജനിക്കുമെന്നും പറഞ്ഞു. ഭീകരതയെ നിലനിർത്തുന്ന ഈ ഉറവിടം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.